റൂഹോ കാദീശോ ഹാദാലോ ഹൊശാറീറോ അമീൻ. കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, സമൂഹത്തിൽ ഇന്ന് നടമാടുന്ന അനേകം പ്രശ്നങ്ങളുടെയും ഒരു മൂലകാരണം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ അഭാവമാണ്. ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് പലരും നാശത്തിലേക്ക് പോകുന്നത്. ദൈവിക ജ്ഞാനം ഉള്ള ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അതിജീവിക്കുവാനുള്ള ഒരു പ്രത്യേക കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. എന്നാൽ ജ്ഞാനമില്ലാതെ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വലിയ പരാജയങ്ങളും തകർച്ചകളുമൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ജ്ഞാനവും ഭോഷത്വവുമൊക്കെ എന്താണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സദൃശ്യവാക്യങ്ങൾ അഥവാ പ്രോവേർബ്സ് അല്ലെങ്കിൽ സുഭാഷിതം 5-ാമത്തെ അധ്യായത്തിൽ ഇതാ ശലോമോൻ നമ്മളോട് പറയുന്ന ഒരു ഉപദേശം ഇതാണ്: മകനെ, എൻ്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കണം, എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കണം. ജ്ഞാനത്തിൽ നമ്മൾ ശ്രദ്ധ പതിക്കണം. ജ്ഞാനം എന്ത് എന്ന് നമ്മൾ അറിയണം. എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുന്നത് എന്നും അറിയണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ജ്ഞാനം തരും എന്ന് നമുക്കറിയാം. ആരെങ്കിലും കർത്താവിനോട്, കർത്താവേ, ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനവും വിവേകവുമൊക്കെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ അയച്ചു തരുവാൻ കഴിവുള്ളവനാണ് ദൈവം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സംശയമില്ലാതെ, ആർക്കെങ്കിലും ജ്ഞാനം കുറവുണ്ടെങ്കിൽ കർത്താവിനോട് ചോദിക്കുവിൻ. വിശ്വാസത്തോടെ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ കർത്താവ് തരുമെന്ന് യാക്കോബ് ശ്ലീഹായും പറയും. ഇവിടെ പ്രോവേർബ്സിൽ നമ്മൾ കാണുന്നത് ഇതാണ്: ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കണം. അപ്പോൾ നീ വിവേചനാശക്തി കാത്തു സൂക്ഷിക്കുകയും നിൻ്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഇതിൻ്റെ എഴുത്തുകാരൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കും, അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്, എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളാവും, ഇരുതലവാൾ പോലെ മൂർച്ചയുള്ളവളും ആയിത്തീരും. അപ്പം ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന ദൈവവചനം ജ്ഞാനത്തിൽ ശ്രദ്ധയൂന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഉടൻ തന്നെ പറയുന്നത് എന്താണ് ഭോഷത്വം എന്ന് ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഭോഷത്വം എന്താണ് എന്ന് നമ്മോട് വചനം പറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനത്തിൽ ശ്രദ്ധയൂന്നണം. ജ്ഞാനത്തിൽ ശ്രദ്ധയൂന്നിയില്ല എങ്കിൽ നമ്മളൊരു ഭോഷനായിത്തീരും, അല്ലെ ഭോഷത്വത്തിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകേണ്ടി വരും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഭോഷത്വം എന്താണ് എന്ന് പിന്നെ വളരെ വിശദമായി ഈ 5-ാം അധ്യായവും 6-ാം അധ്യായവും 7-ാം അധ്യായവും ആ ഭാഗങ്ങളിലെല്ലാം പ്രോവേർബ്സിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദുശ്ചരിതയായ സ്ത്രീ അവളിൽ നിന്ന് അകന്നു നിൽക്കണം, അവളെ സൂക്ഷിക്കണം. അവളുടെ അധരം തേൻ പൊഴിക്കും. ദുശ്ചരിതയായ സ്ത്രീയുടെ പ്രത്യേകത, അവൾ വളരെ വാക്ചാതുര്യമുള്ളവളാണ്. അവളുടെ അധരം തേൻ പൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ മധുരമേറിയ സംസാരമാണ് അവളുടേത്. എന്നിട്ട് പറയുന്നത് അവളുടെ മൊഴികളുണ്ടല്ലോ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. ഓയിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എണ്ണ എങ്ങനെയാണ്, ആ എണ്ണ പോലെ ഒഴുകി വരുന്ന വാക്കുകളാണ് അവൾ സംസാരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും, ആ തുടക്കം മധുരമുള്ളതാണെങ്കിലും ഒടുവിൽ 4-ാം വാക്യത്തിൽ പറയുകയാണ്, ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളായി. മധുരഭാഷണത്തിൽ നമ്മെ വീഴ്ത്തുന്ന വ്യക്തി, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, ഓർത്തുകൊള്ളുക, കാഞ്ഞിരം പോലെ കയ്പുള്ള വ്യക്തിയാണ്, ഇരുതളം വാൾ പോലെ മൂർച്ചയുള്ള വ്യക്തിയാണ്. എന്നിട്ട് പറയുകയാണ്, അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. അവൾ നമ്മളെ നയിക്കുന്നത് ജീവനിലേക്കല്ല. ജ്ഞാനം നമ്മെ നയിക്കുന്നത് ജീവനിലേക്കാണെങ്കിൽ ഭോഷത്വം നമ്മെ നയിക്കുന്നത് മരണത്തിലേക്കാണ്. അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ്. ജ്ഞാനം സ്വർഗം ലക്ഷ്യമാക്കി നമ്മളെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഇതാ ഭോഷത്വം
പാതാളത്തിലേക്ക് നമ്മളറിയാതെ നയിക്കും. അവൾ ജീവൻ്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞ് തിരിയുന്നു. അവളത് അറിയുന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്ന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കളെല്ലാം പരിശുദ്ധാത്മ നിറവിൽ നമ്മോട് സംസാരിക്കുകയാണ്. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കേണ്ടത് ദൈവീക വിശുദ്ധിയാണ്. അത് പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. നമ്മളെല്ലാം പാപികളാണ്, മണ്ണിൽ നിന്ന് വന്ന മനുഷ്യനാണ്, മണ്ണിൻ്റേതായ വികാരങ്ങളാണ് നമുക്കുണ്ടത്. അവിടെയാണ് പൗലോസ്ലീഹ പറയുകയാണ്, 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, ദൈവത്തെ അറിയാത്തവരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരള സമൂഹത്തിലാണെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലാണെങ്കിലും എല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, അല്ലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധി പാലിക്കുക എന്നത്. കാരണം ഇന്നത്തെ സമൂഹം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം വളരെ പാപത്തെ പാപമല്ലാതെ കാണുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയൊക്കെ അവരുടെ പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവവചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധിയിലും മാന്യതയിലും ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ അറിയണം. ഇനിയും വിശുദ്ധിയില്ലാത്ത ഒരു വ്യക്തി നമ്മെ ജീവനിലേക്കല്ല നയിക്കുന്നത്, മരണത്തിലേക്കാണ് നയിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 8-ാം വചനം, പ്രൊവേർബ്സ് 5-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവളിൽ നിന്ന് അകന്നു മാറുവിൻ. വിശുദ്ധിയില്ലാത്തൊരു വ്യക്തിയുടെ കൂടെ സഹവസിച്ചാൽ നമ്മളും അതുപോലെ തന്നെയാകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, അധമമായ സംസർഗം സദാചാരങ്ങളെയൊക്കെ ദുഷിപ്പിക്കുന്നത്. അധമമായ സംസർഗം, വിശുദ്ധിയില്ലാത്ത നമ്മുടെ കൂട്ടുകെട്ടുകൾ, അത് എപ്പോഴും സൂക്ഷിക്കണം. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണ്. നമ്മുടെ ജീവിതം നമ്മൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന് അകന്നു നിന്നില്ലെങ്കിൽ നമ്മിൽ ദൈവം തന്നിട്ടുള്ള ഒരു ദൈവിക ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നമ്മളറിയാതെ ചോർന്നു പോകും. നമ്മൾ ആ ഭോഷത്വത്തിൻ്റെ വഴിയെ നമ്മളറിയാതെ ചരിക്കും. ഇനിയും പറയുകയാണ്, അവളുടെ വാതുക്കൽ ചെല്ലരുത്, ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിൻ്റെ സൽകീർത്തി നഷ്ടപ്പെടും. നിനക്കിപ്പോൾ ഒരു കീർത്തിയൊക്കെ ഉണ്ട്, നീ ഒരു നല്ലവനാണ് അല്ല നല്ലവളാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ദുശ്ചരിതനായ ഒരു വ്യക്തിയുടെ വാതിൽപ്പടിയിൽ ചെന്നാൽ നമ്മുടെ സൽകീർത്തി നഷ്ടപ്പെടും, നമ്മുടെ ആയുസ് മറ്റുള്ളവർ അപഹരിക്കും. ഇനിയും നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ ആസ്വദിക്കും, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിൽ ചെല്ലും. 4 കാര്യങ്ങൾ പറയുകയാണ്. 1, നമ്മുടെ സൽകീർത്തി നഷ്ടപ്പെടും, ഒന്നാമത്തെ കാര്യമാണ്. നമ്മുടെ റെപ്യൂട്ടേഷൻ, അതൊക്കെ ഒരു നിമിഷം മതി പോകുവാനായിട്ട്. ഇനി 2ാമത് പറയുകയാണ്, നിൻ്റെ ആയുസ് മറ്റുള്ളവരെ അപഹരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്, നമ്മൾ എല്ലും തോലുമായി പോവുകയാണ്, നമ്മൾ ക്ഷീണിച്ച്, രോഗം വന്ന് ക്ഷീണിച്ച് പോവുകയാണ്. 3, അന്യർ നിൻ്റെ സമ്പത്ത് മതിയാവളാസ്യം. എന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്, നമ്മൾ ആസ്വദിക്കാനായിട്ടുണ്ടാക്കിയ സ്വത്ത് ഇതാ അന്യർ കൊണ്ടുപോകുന്നതായിട്ട് കാണും. ദൈവം നമുക്ക് കൃപ തന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയാകുന്ന സമ്പത്ത് മറ്റുള്ളവർ അപഹരിച്ചെടുക്കും. പിന്നെയോ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ വീട്ടിൽ ചെല്ലും. ഇങ്ങനെ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി ജീവിത അന്ത്യകാലത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മളിങ്ങനെ പറയും, ഓ, നമ്മൾ എത്രമാത്രമാണ് ജ്ഞാനത്തെ വെറുത്തത്. ഡിസിപ്ലിൻ, അഥവാ നമ്മുടെ ശിക്ഷണത്തെ നമ്മൾ എത്രമാത്രം വെറുത്തു. കണ്ടില്ലേ, നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥിതി ഇതാണ്. ജ്ഞാനത്തെ വെറുത്തു, ശിക്ഷണത്തെ വെറുത്തു. ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതാ ഒരു തകർച്ചയുടെ അനുഭവമാണ്. ഇനിയും ശാസനത്തെ നമ്മൾ എത്രമാത്രമാണ് ചെയ്തത്. മറ്റൊരാൾ നമ്മളോട് പറയും, അങ്ങനെ നടക്കരുതേ, സൂക്ഷിക്കണേ, അങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുകയാണ്. നീ ഒരു പുണ്യവാൻ വന്നിരിക്കുന്നു, നീ ഒരു വിശുദ്ധവൻ, നീ നിൻ്റെ പാട്ടിൽ പോകും, ഞാൻ എൻ്റെ പാട്ടിൽ പോകും എന്ന് പറഞ്ഞാൽ, എന്ന് ചിന്തിച്ചാൽ കർത്താവ് പറയുകയാണ്, ഇതാ തകർച്ച ഉറപ്പാണ് എന്ന്. ഇനിയും സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ നശിച്ചവനായി പോകും, നമ്മൾ അപഹാസ്യനായിത്തീരും. സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ അപഹാസ്യരായിത്തീരുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യവും ദൈവം തന്നിരിക്കുന്ന സമ്പത്തും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഉള്ളതാണ്. എന്നാൽ ദൈവം തന്ന ആരോഗ്യം
നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ഭാഗത്തെല്ലാം ഉള്ളത്. എന്നിട്ട് കർത്താവ് തുടർന്ന് വചനത്തിലൂടെ സംസാരിക്കുകയാണ്, നിൻ്റെ കിണറ്റിൽ നിന്ന്, നിൻ്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ. നമുക്കൊരു കിണറുണ്ടെന്ന് വിചാരിക്കും, നമ്മൾ ആ കിണറ്റിൽ നിന്ന് മാത്രമേ വെള്ളം കോരാവൂ എന്ന് പറയുകയാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം വളരെ ലളിതമാണ്. നിൻ്റെ ഉറവുകളെ മറുനോട്ടിലും തീരൊഴുക്കുകളെ തെരുവിലും ഒഴുക്കിക്കളയണം. നിൻ്റെ അടുത്തുള്ള അന്യർക്ക് വേണ്ടിയാവാതെ അത് നിനക്ക് വേണ്ടി മാത്രമാണ്. നിൻ്റെ ഉറവ നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിൻ്റെ വിശുദ്ധി നീ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അപകടമുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. എന്നിട്ട് ആ വചനം കുറച്ചുകൂടെ വിശദീകരിക്കുകയാണ് 18-ാമത്തെ വചനത്തിൽ. നിൻ്റെ ഉറവ നിൻ്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ, അവളിൽ ആനന്ദം കൊള്ളുക. ദാമ്പത്യ വിശ്വസ്തതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിൻ്റെ ഭാര്യയിൽ നീ ആനന്ദം കൊള്ളുക. നിൻ്റെ ഭാര്യയിൽ നിന്ന് മാത്രമാകട്ടെ നിൻ്റെ സന്തോഷം. അങ്ങനെയെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതം, ദൈവം ആഗ്രഹിക്കുന്ന ദാമ്പത്യ വിശ്വസ്തത നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് ദുശ്ചരിതയായ സ്ത്രീക്ക് നീ വഴിപ്പെടരുത്, അവളുടെ വശസ്സിനെ നീ ആശ്ലേഷിക്കരുത്. വളരെ തുറന്ന് ദൈവവചനം സംസാരിക്കുകയാണ്. ദുശ്ചരിതയായ സ്ത്രീയുടെ പുറകെ പോകരുത് എന്നാണ് ചുരുക്കം. മനുഷ്യൻ്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു. കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ നോട്ടവും നമ്മളുടെ സംസാരവും നമ്മളുടെ പെരുമാറ്റവും എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് ഓരോ നിമിഷവും ദൈവം നമ്മുടെ പാതകളെ ശോധന ചെയ്യുന്നു, നമ്മുടെ ചിന്തകളെ ശോധന ചെയ്യുന്നവനാണ്, നമ്മുടെ ഹൃദയങ്ങളെ വിവേചിച്ച് അറിയുന്നവനാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കിന്ന് അടിയറ വയ്ക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ വചനങ്ങളെ നിയന്ത്രിക്കട്ടെ, നമ്മുടെ വാക്കുകളെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതം വന്നാൽ തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ കൃപയുടെ നിറകുടങ്ങളായി നിങ്ങളും ഞാനും മാറും. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് നിങ്ങളും ഞാനുമൊക്കെ അധപ്പതിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തിട്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ ബുദ്ധിയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മുടേതായ വഴികളിലും നമ്മൾ ചിന്തിക്കുന്ന ശരികളിലും, ദൈവത്തിൻ്റെ ശരികളും നമ്മുടെ ശരികളും ഒന്നല്ല. പലപ്പോഴും ദൈവത്തിൻ്റെ ശരികൾ ഏതെന്ന് ചിന്തിക്കാതെ നമ്മുടെ ശരികളിലേക്ക് മാത്രം നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഒരിക്കലും ദൈവിക ജ്ഞാനം നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ ഭോഷനായി, ദൈവസന്നിധിയിൽ ഒരു ഭോഷനായി. അപ്പം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറും. ദൈവമുണ്ട് എന്ന ഭാവം നടിക്കുകയും ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കുകയും ചെയ്തിട്ട് ദൈവമില്ല എന്നുള്ള ആ ഭോഷത്വപരമായ ചിന്ത നമ്മളെ ഭരിക്കുമ്പോൾ നമ്മൾ വഷളന്മാരായി നടക്കും, മ്ലേച്ഛത പ്രവർത്തിക്കും, അങ്ങനെ വിശുദ്ധിയിൽ നിന്ന് താഴെ വീണുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാനുള്ള ദൈവം പറയുന്ന കാര്യം ഇതാണ്. നമ്മൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന്, ആ ദുശ്ചരിതരായ സ്ത്രീകളിൽ നിന്നും സ്ത്രീയെക്കുറിച്ച് പറയുന്നത് സ്ത്രീയോട് പറയുന്നത്, പുരുഷനോടും പറയുന്നത് ഇതാണ്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക, അവരുടെ കെണികളിൽ വീഴരുത്. സ്വന്തം പാപത്തിൻ്റെ വലയിൽ അവൻ കുരുങ്ങുന്നു, ശിക്ഷണരാഹിത്യത്തിൽ അവൻ മൃതിയടയുന്നു, വലിയ ഭോഷത്വ നിമിത്തം അവൻ നശിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും മുറുകെ പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രത്യേകമായ ഒരു കൃപ എന്ന് പറയുന്നത് ഇതാണ്. പ്രൊവേർബ്സ് 6-ാം അധ്യായം 24-ാം തിരുവചനം, ദുഷിച്ച സ്ത്രീയിൽ നിന്ന് സ്വൈരിണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം. ഇതാ, കൃപയിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപത്തിൽ വീഴാതിരുന്നാൽ, അറിഞ്ഞുകൊണ്ട് മ്ലേച്ഛതകളിലേക്ക് പോകാതിരുന്നാൽ കർത്താവ് നമ്മളെ സഹായിക്കും. ഇതാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത്, അവളുടെ കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കരുത്. ഒരു നോട്ടത്തിലും ഒരു സംസാരത്തിലും നമ്മൾ വീണു പോകരുത്. ഇത്
യുവാക്കളോടും പ്രായമുള്ളവരോടും എല്ലാ തരത്തിലുമുള്ള വ്യക്തികളോട് പറയുകയാണ്. നമ്മുടെ ഏത് പ്രൊഫഷനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി ഏതാണെങ്കിലും, ദൈവം നമ്മളെ ഏത് രീതിയിൽ തിരഞ്ഞെടുത്തതാണെങ്കിലും, ഏത് മേഖലയിൽ ഏത് തുറയിൽ ഉള്ളവരാണെങ്കിലും നമുക്കെല്ലാം ഒരുപോലെ ബാധകമായ ഒരു കാര്യമാണിത്. കർത്താവ് പറയുകയാണ്, ഇതാ നീ നിന്നെ തന്നെ കാത്തു സൂക്ഷിക്കണം. അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ ഏൽക്കാതിരിക്കുകയില്ല എന്ന് പറയുകയാണ്. തൊടരുത് എന്നാണ് പറയുന്നത്. കർത്താവ് അങ്ങനെ തൊടുക പോലും ചെയ്യരുത്. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കില്ല, എങ്കിലും പിടിക്കപ്പെട്ടാൽ 7 മടങ്ങി പോരും. പിടിക്കപ്പെടും, ഇതാണ് പറയുന്നത്. അത് നിസ്സാരമായ കാര്യമല്ല. ഒരുപക്ഷെ ഒരു പ്രാവശ്യം ചെയ്തു, ആരും കാണുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തു, ആരും കാണുന്നില്ല. നമ്മളതിൽ സന്തോഷിച്ച് രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത സമയത്ത് നമ്മൾ പിടിക്കപ്പെടും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് ഹൃദയത്തിൽ ആഴമായി സ്വീകരിക്കാം. 6-ാം അധ്യായം 32-ാം വചനം, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, അവൻ തന്നെ നശിപ്പിക്കുകയാണ്. സുബോധം നഷ്ടപ്പെട്ടു പോകും, നമ്മെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന നമ്മുടെ ചിന്തകളിലൂടെ ഒരുപക്ഷെ നമ്മളൊന്നും ഫിസിക്കലി അങ്ങനെയൊന്നും വീഴുന്ന ആളുകളായിരിക്കത്തില്ല. പക്ഷേ നമ്മുടെ ചിന്തയിൽ പലപ്പോഴും നമ്മൾ വീണുപോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ പശ്ചാത്തപിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടത് ദൈവിക ജ്ഞാനമാണ്. ജ്ഞാനം കപടഹൃദയത്തിൽ വസിക്കുന്നില്ല. ജ്ഞാനം ദുഷിച്ച മനസാക്ഷിയിലും വസിക്കുകയില്ല. അതുകൊണ്ട് ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഭോഷത്വത്തോട് നമ്മളൊരു അകൽച്ച വയ്ക്കേണ്ടതുണ്ട്. ജ്ഞാനം ലഭിക്കണമെങ്കിൽ വിശുദ്ധിയെ അജീയമായ പരിച ആക്കേണ്ടതുണ്ട്. ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു തീക്ഷ്ണമായ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഏതെങ്കിലും തരത്തിൽ ഭോഷത്വം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, വിശുദ്ധി എന്നുള്ള പുണ്യമാണ്, ആ പുണ്യം നമ്മുടെ ജീവിതത്തിൽ വരുവാനും നമ്മൾ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ, ഭോഷത്വത്തിൻ്റെ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ 2 പത്രോസ് 2-ാം അധ്യായത്തിൽ പറയുകയാണ്, തെറ്റിൽ ജീവിക്കുന്ന അവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള ഒരു പ്രത്യേകത ഇതാണ്. അവരുടെ വ്യർത്ഥമായ വാഗ്ധോരണി എന്ന് പറഞ്ഞാൽ വാക്കുകൾ, അവരുടെ സംസാരമാണ്. ആ സംസാരം എങ്ങോട്ടേക്കാണ് നയിക്കുന്നതെന്നറിയാം? വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് നയിക്കുന്നു. എന്നിട്ടോ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്ന അവർ തന്നെ നാശത്തിൻ്റെ അടിമകളാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. വിശ്വസ്തത ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോടും ഉള്ള വിശ്വസ്തത, മനുഷ്യനോടുള്ള വിശ്വസ്തത, ആ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. ആ വിശ്വസ്തതകളെ കുറിച്ചോർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ഒരു നിമിഷം നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ജ്ഞാനം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നുവല്ലോ. പ്രാർത്ഥനയിലൂടെ എത്ര പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും ഞങ്ങൾക്ക് ജ്ഞാനം ലഭിക്കാത്തതിൻ്റെ കാരണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള അശുദ്ധിയും അവിശ്വസ്തതയുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, പാപത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പാപത്തിൽ വീണ് ഭോഷന്മാരായി തീരുവാൻ ഞങ്ങൾക്കിടയാകരുതേ. ഇത് ശ്രവിക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ദൈവിക ജ്ഞാനം അവരിലേക്കെല്ലാം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ അത് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പരിശുദ്ധ ദൈവമാതാവായ കന്യമറിയം അമ്മയുടെയും സകല പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.